പ്രിയപ്പെട്ടവരെ, 6ാം സെമസ്റ്റർ ബികോമിലെ കമ്പ്യൂട്ടർ അപ്ലിക്കേഷൻ ഒരു പേപ്പറാണ് അക്കൗണ്ടിങ് പാക്കേജസ് ടാലി എന്ന് പറയുന്നത്. അപ്പോൾ അതിലെ പ്രാക്ടിക്കൽ ക്വസ്റ്റ്യനുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ് നമ്മൾ ഇന്ന് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അതിൽ സാധാരണയായിട്ട് ഓപ്ഷനായിട്ടാണ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവുക. അപ്പോൾ ഇതിൽ പറയുന്നുള്ളത്, ഫ്രം ദി ഫോളോയിങ് ബാലൻസസ് ഓഫ് ബിഗാസ് പ്രൈവറ്റ് ലിമിറ്റഡ് പ്രിപ്പയർ ട്രയൽ ബാലൻസ് ആസ് ഓൺ March 31st, 2023. അപ്പോൾ നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, കുറച്ച് ഡീറ്റെയിൽസ് തന്നിട്ടുണ്ട്. അത് ബേസ് ചെയ്ത് ഒരു ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യാനാണ് പറയുന്നുള്ളത്. അപ്പോൾ ഇത് കോളമായിട്ടാണ് തന്നിട്ടുള്ളത്, എമൗണ്ടും തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കറിയാം, ഇതിൽ പർച്ചേസ്, ഓപ്പണിംഗ് സ്റ്റോക്ക്, ബാങ്ക് ബാലൻസ്, ക്യാരേജ് ഇൻവേർഡ്, സാലറി, റെൻ്റ് ആൻഡ് ടാക്സ്, സെയിൽസ്, ക്യാപിറ്റൽ, സൺട്രി ഡെപ്റ്റേഴ്സ്, ഡ്രോയിങ്സ്, മെഷീനറി, സൺട്രി ക്രെഡിറ്റേഴ്സ്, വേജസ്. ഇത്ര ഐറ്റംസ് ആണ് തന്നിട്ടുള്ളത്. അപ്പോൾ ഓരോ ഐറ്റംസും ഏത് ഗ്രൂപ്പിൻ്റെ അണ്ടറിലാണ് വരുന്നത് എന്നുള്ളത് ആദ്യം അറിയണം നമുക്ക് ടാലിയിൽ ചെയ്യുന്ന സമയത്ത്. അപ്പോൾ നമുക്കറിയാം, പർച്ചേസ് അണ്ടർ പർച്ചേസ് അക്കൗണ്ട് വരും, ഓപ്പണിംഗ് സ്റ്റോക്ക് അണ്ടർ സ്റ്റോക്ക് ഇൻ ഹാൻഡ് ആണ് വരിക, ബാങ്ക് ബാലൻസ് ബാങ്ക് അക്കൗണ്ട് വരും, ക്യാരേജ് ഇൻവേർഡ് ഡയറക്റ്റ് എക്സ്പെൻസ്, സാലറി ഇൻഡയറക്റ്റ് എക്സ്പെൻസ്, റെൻ്റ് ആൻഡ് ടാക്സസ് ഇൻഡയറക്റ്റ് എക്സ്പെൻസ്, സെയിൽസ് അക്കൗണ്ട്, ക്യാപിറ്റൽ അക്കൗണ്ട്, സൺട്രി ഡെപ്റ്റേഴ്സ് അക്കൗണ്ട്, ഡ്രോയിങ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്, മെഷീനറി ഫിക്സഡ് അസറ്റ്, സൺട്രി ക്രെഡിറ്റേഴ്സ് അക്കൗണ്ട്, വേജസ് ഡയറക്റ്റ് എക്സ്പെൻസ്. ഇങ്ങനെയാണ് ഗ്രൂപ്പായിട്ട് വരാം. പിന്നെ അത് കൂടാതെ ഇതിൽ 4 അഡ്ജസ്റ്റ്മെൻറ്റുകളുണ്ട്. അപ്പോൾ ഓരോന്നിൻ്റെ എൻട്രിയും കൂടി നമ്മൾ അറിയേണ്ടതുണ്ട്. വേജസ് പ്രീപെയ്ഡ് ₹400 എന്നാണ് പറയുന്നത്. വേജസ് പ്രീപെയ്ഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുക, അടുത്ത വർഷത്തെ മുമ്പേ അടിച്ചു എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, അത് നിലവിലുള്ള വേജസ് ഒന്ന് കുറയ്ക്കേണ്ടി വരും. അപ്പോൾ എൻട്രി വരെ വേജസ് പ്രീപെയ്ഡ് അക്കൗണ്ട് അപ് ടു വേജസ് അക്കൗണ്ടാണ് വരിക. അപ്പോൾ അത് ഓർമ്മിച്ച് വെക്കുക. നമ്മൾ ഈ അഡ്ജസ്റ്റ്മെൻറ്റിൽ തരുന്ന കാര്യങ്ങൾ ലെഡ്ജർ ചെയ്യുന്ന സമയത്ത് ഓപ്പണിംഗ് ബാലൻസ് കൊടുക്കേണ്ടതില്ല. പിന്നെ പ്രൊവൈഡ് 10% ഡിപ്രിസിയേഷൻ ഓഫ് മെഷീനറി, ഡിപ്രിസിയേഷൻ അക്കൗണ്ട് അപ് ടു മെഷീനറിയാണ് എൻട്രി വരുന്നത്. അപ്പോൾ അതേപോലെ തന്നെ 10% എന്ന് പറയുമ്പോൾ 7,000-ൻ്റെ 10% നമുക്കറിയാം 700 വരാം. പിന്നെ ഔട്ട്സ്റ്റാൻഡിങ് റെൻ്റ് ആൻഡ് ടാക്സസ് ജേർണൽ എൻട്രി വരുന്നത് റെൻ്റ് ആൻഡ് ടാക്സസ് അക്കൗണ്ട് അപ് ടു ഔട്ട്സ്റ്റാൻഡിങ് റെൻ്റ് ആൻഡ് ടാക്സസ് ആണ് വരാം. അതും നമ്മൾ എൻ്റർ ചെയ്യേണ്ടത് F7 അടിച്ച് ജേർണലാണ് ചെയ്യുന്നത്. പിന്നെ ഉള്ളത് ക്ലോസിംഗ് സ്റ്റോക്ക്, അത് നമ്മൾ ലെഡ്ജർ ചെയ്യുന്ന സമയത്ത് ഓൾറെഡി ഓപ്പണിംഗ് സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട്, അതിൽ തന്നെ മാറ്റം വരുത്തിയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത്ര കാര്യങ്ങൾ അതിൻ്റെ മുന്നൊരുക്കമായിട്ട് പറയാം. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇത് ചെയ്യുന്നതെന്ന് ഒന്ന് നോക്കാം. ആദ്യം എന്ത് ചെയ്യുക, ടാലി സോഫ്റ്റ്വെയർ ഓപ്പൺ ചെയ്യുക. ഇതിൽ നമ്മൾ എന്ത് ചെയ്യാം, വർക്ക് ഇൻ എഡ്യൂക്കേഷൻ മോഡ് എടുക്കാം. ഇതിൽ ക്രിയേറ്റ് കമ്പനി കൊടുക്കാം. ബിഗാസ് പ്രൈവറ്റ് ലിമിറ്റഡ് ആണ് കമ്പനീൻ്റെ പേര്. അപ്പോൾ അങ്ങനെ കൊടുക്കാം. പിന്നെ ഇതെല്ലാം കൊടുക്കാം. സ്റ്റേറ്റ് നമുക്ക് കേരള സെലക്ട് ചെയ്യാം. കേരള സെലക്ട് ചെയ്യാം. പിന്നെ കമ്പൾസറി അല്ല. പിന്നെ ഇവിടെ ഡേറ്റ് നോക്കണം. അതിൽ ക്വസ്റ്റ്യനിൽ പറയുന്നുള്ളത് ക്ലോസ് എൻഡിങ് March 2023 എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം, ഇവിടെ ഡേറ്റ് മാറ്റി 1/4/2022 എന്തായിട്ട് വരാം, സ്റ്റാർട്ടിങ് ആയിട്ട് വരാം. അപ്പോൾ രണ്ടും 1/4/2022 വരും. അത് ശ്രദ്ധിക്കണം പ്രത്യേകം, അല്ലെങ്കിൽ നമ്മൾ പിന്നീട് എൻ്റർ ചെയ്യുന്ന സമയത്ത് ചില ഐറ്റംസിൽ ഡേറ്റിൻ്റെ പ്രയാസങ്ങൾ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇത്ര ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യാം, അക്സെപ്റ്റ് കൊടുക്കുക, യെസ് കൊടുക്കുക, എൻ്റർ അടിച്ചുകൊണ്ട് പോവാം. ഓക്കെ, അപ്പോൾ എന്തായി, അത് ഓൾറെഡി ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു. കമ്പനി ക്രിയേറ്റ് ചെയ്തു. ഇനി അക്കൗണ്ട്സ് ഇൻഫോയിൽ പോയി ലെഡ്ജറിൽ പോയി നമ്മൾ എന്ത് ചെയ്യുന്നു, ഓരോ ലെഡ്ജറും ക്രിയേറ്റ് ചെയ്യുന്നു. അപ്പോൾ ഇത് സിംഗിൾ ലെഡ്ജർ ഫോമിലാണ് ഇതിലുള്ളത്. നമുക്ക് എന്ത് ചെയ്യാം, എളുപ്പത്തിന് വേണ്ടി മൾട്ടിപ്പിൾ ലെഡ്ജറിൽ പോയി ക്രിയേറ്റ് കൊടുക്കാം. അപ്പോൾ നേരത്തെ ഉണ്ടായിരുന്ന ഐറ്റംസ് ഒന്ന് നോക്കാം.
ഇവിടെ ജസ്റ്റ് ഇത് ഓപ്പൺ ചെയ്ത് നോക്കാം. പർച്ചേസ് എമൗണ്ട് 19,000 ഉണ്ട്. അപ്പോൾ പർച്ചേസ് എടുക്കാം. പർച്ചേസ് അണ്ടർ പർച്ചേസ് അക്കൗണ്ട് സെലക്ട് ചെയ്യാം. എമൗണ്ട് ഉണ്ടായിരുന്നത് 19,000. 19,000 എമൗണ്ട് വരാം. പിന്നെ നെക്സ്റ്റ് രണ്ടാമത്തെ ഐറ്റം ഏതാണ് ഉണ്ടായിരുന്നത്? ഓപ്പണിംഗ് സ്റ്റോക്കാണ്. അപ്പോൾ ഓപ്പണിംഗ് സ്റ്റോക്ക് കൊടുക്കാം. ഓപ്പണിംഗ് സ്റ്റോക്ക് എമൗണ്ട് ഉണ്ടായിരുന്നത്, ഓപ്പണിംഗ് സ്റ്റോക്ക് അണ്ടർ സ്റ്റോക്ക് ഇൻ ഹാൻഡ് ആണ് വരുന്നത്. ഒന്ന് എമൗണ്ട് കൊടുക്കാം 4,000. നെക്സ്റ്റ് അടുത്ത ഐറ്റം നോക്കാം. അടുത്ത ഐറ്റം ആയിട്ട് വരുന്നുള്ളത് ബാങ്ക് ബാലൻസ് ആണ്. ബാങ്ക് ബാലൻസ് ബാങ്ക് എന്ന് കൊടുത്താൽ മതി. അണ്ടർ ബാങ്ക് അക്കൗണ്ട് കൊടുക്കുക. എമൗണ്ട് എത്രയാണ്? 3,000 വരുന്നുള്ളത്. 3,000 കൊടുക്കുക. നെക്സ്റ്റ് അടുത്ത ഐറ്റം കാരേജ് ഇൻവേർഡ്. അപ്പോൾ അങ്ങനെ കൊടുക്കുക. കാരേജ് ഇൻവേർഡ് അണ്ടർ ഏതാണ് വരിക? ഡയറക്റ്റ് എക്സ്പെൻസ് ആണ് വരുന്നത്. ഡയറക്റ്റ് എക്സ്പെൻസ് സെലക്ട് ചെയ്യണം. ഡയറക്റ്റ് എക്സ്പെൻസ് എമൗണ്ട് നോക്കാം. ഡയറക്റ്റ് എക്സ്പെൻസ് 300 ആണ്. 300. നെക്സ്റ്റ് വരുന്നത് സാലറി ആണ്. സാലറി അണ്ടർ ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആണ് വരിക. ഇൻഡയറക്റ്റ് എക്സ്പെൻസ് എമൗണ്ട് വരുന്നത് ഇതിൽ നോക്കാം 400 ആണ്. പിന്നെ അതേപോലെ റെൻ്റ് ആൻഡ് ടാക്സസ്. റെൻ്റ് ആൻഡ് ടാക്സസ് അണ്ടർ എന്താണ്? ഇൻഡയറക്റ്റ് എക്സ്പെൻസ് തന്നെയാണ് വരിക. ഇൻഡയറക്റ്റ് എക്സ്പെൻസ് എമൗണ്ട് എത്രയാണ് ഉണ്ടായിരുന്നത്? ഇൻഡയറക്റ്റ് എക്സ്പെൻസിൻ്റെ 900 ആണ് ഉണ്ടായിരുന്നത്. 900 കൊടുക്കാം. പിന്നെ അടുത്തത് നെക്സ്റ്റ് വരുന്നത് സെയിൽസ് ആണ്. അപ്പോൾ അടുത്തത് സെയിൽസ് അണ്ടർ സെയിൽസ് അക്കൗണ്ട് കൊടുക്കുക. സെയിൽസ് അക്കൗണ്ട് എമൗണ്ട് എത്രയാണ്? എമൗണ്ട് ഉള്ളത് 29,000 ആണ്. 29,000 കൊടുക്കാം. പിന്നെ അടുത്ത നോക്കാം ഐറ്റംസ് ക്യാപിറ്റൽ അണ്ടർ ക്യാപിറ്റൽ അക്കൗണ്ട് എമൗണ്ട് 20,000 ആണ്. 20,000. പിന്നെ നെക്സ്റ്റ് സൺട്രി ഡെപ്റ്റർ അണ്ടർ സൺട്രി ഡെപ്റ്റർ എത്രയാണ് വരുന്നത്? 5,400 ആണ് ഉണ്ടായിരുന്നത്. 5,400 എൻ്റർ ചെയ്തു. നെക്സ്റ്റ് 5,400. നെക്സ്റ്റ് അടുത്ത ഐറ്റം ഉണ്ടായിരുന്നത് ഡ്രോയിങ്സ്. ഡ്രോയിങ്സ് അണ്ടർ ക്യാപിറ്റൽ അക്കൗണ്ട് 1,800 ആണ് വരുന്നുള്ളത്. 1,800 കൊടുത്തു. നെക്സ്റ്റ് ഇതിന് ശേഷം അടുത്ത ഐറ്റം മെഷീനറി അണ്ടർ ഫിക്സഡ് അസറ്റ് ഫിക്സഡ് അസറ്റിൽ എമൗണ്ട് നോക്കാം 7,000. ദെൻ നെക്സ്റ്റ് ഉണ്ടായിരുന്ന സൺട്രി ക്രെഡിറ്റർ അണ്ടർ സൺട്രി ക്രെഡിറ്റർ എമൗണ്ട് 2,800.
നെക്സ്റ്റ് അടുത്ത ഐറ്റം വേജസ് അണ്ടർ ഡയറക്റ്റ് എക്സ്പെൻസ് എമൗണ്ട് 10,000. അടുത്തത് അഡ്ജസ്റ്റ്മെൻറ്റിൻ്റെ ചെയ്യാം. ആദ്യത്തെ അഡ്ജസ്റ്റ്മെൻ്റ് ഏതാണ്? വേജസ് പ്രീപെയ്ഡ്. അപ്പോൾ വേജസ് പ്രീപെയ്ഡ് എന്ന് പറയുന്ന എൻട്രി ഉണ്ടാക്കണം. വേജസ് പ്രീപെയ്ഡ് അണ്ടർ ഏത് വരും? കറണ്ട് അസറ്റിലാണ് വരാം. അതിന് എമൗണ്ട് ഇല്ല. നെക്സ്റ്റ് അടുത്തത് ഡിപ്രിസിയേഷൻ. ഡിപ്രിസിയേഷൻ ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആണ് വരാം. അതിനും ഇല്ല. നെക്സ്റ്റ് ഔട്ട്സ്റ്റാൻഡിങ് റെന്റ് ആൻഡ് ടാക്സസ്. റെന്റ് ആൻഡ് ടാക്സസ് ഇതിൽ വരും. കറണ്ട് ലയബിലിറ്റി കൊടുക്കാം. കറണ്ട് ലയബിലിറ്റി അതും എമൗണ്ട് വേണ്ട. അപ്പോൾ നമുക്ക് പ്രിപ്പയർ ചെയ്യേണ്ട ലെഡ്ജസ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? ഇത്ര അടിച്ചതിന് ശേഷം അക്സെപ്റ്റ് കൊടുക്കുന്നു. ഓക്കെ. അപ്പോൾ ഇതേപോലെ നമുക്ക് എന്ത് ചെയ്യാം? ഓരോന്നും സിംഗിളായിട്ട് ചെയ്യാനും പറ്റും. അപ്പോൾ ആ കാര്യം കൂടി ശ്രദ്ധിക്കാം. പിന്നെ ഇനി നമ്മൾ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത്, ഇനി അഡ്ജസ്റ്റ്മെൻറ്റിൽ തന്നിട്ടുള്ള ഐറ്റംസ് ഒക്കെ ഏതിൽ എൻ്റർ ചെയ്യണം? അക്കൗണ്ടിങ് വൗച്ചേഴ്സിൽ എൻ്റർ ചെയ്യണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? ഗേറ്റ് വേ ഓഫ് ടാലിയിൽ അക്കൗണ്ടിങ് വൗച്ചറിൽ പോവാം. അക്കൗണ്ടിങ് വൗച്ചറിൽ പോയതിന് ശേഷം അഡ്ജസ്റ്റ്മെൻ്റ് ആയതുകൊണ്ട് തന്നെ വല്ലതും ചെയ്യുക F7 ചെയ്യുക. അപ്പോൾ F7 അടിക്കുക. F7 ആദ്യത്തെ ഇത് നോക്കാം. എന്താണ്? വേജസ് പ്രീപെയ്ഡ് ₹400 ആണ്. അപ്പോൾ അതിൻ്റെ എൻട്രി, ജേണൽ എൻട്രി എന്താണെന്ന് അറിയണം. വേജസ് പ്രീപെയ്ഡ് അക്കൗണ്ട് ടു വേജസ് അക്കൗണ്ട് ആണ് വരാം. ഓക്കെ. വേജസ് പ്രീപെയ്ഡ് അക്കൗണ്ട് ടു വേജസ് അക്കൗണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? ആദ്യം വേജസ് പ്രീപെയ്ഡ് ബൈ, അതായത് ഡെബിറ്റ് വരുന്നത് വേജസ് പ്രീപെയ്ഡ് ആണ്. എമൗണ്ട് കൊടുക്കാം 400. ദെൻ ഇവിടെ 2 ആണ് വേണ്ടത്. വേജസ് പ്രീപെയ്ഡ് അക്കൗണ്ട് ടു വേജസ് അക്കൗണ്ട് 400. അപ്പോൾ അത് കഴിഞ്ഞു. ഇനി അടുത്തത് രണ്ടാമത്തത് എൻട്രി ഏതാണ്? രണ്ടാമത്തത് ഡിപ്രിസിയേഷൻ അക്കൗണ്ട് ടു മെഷീനറി ആണ്. അപ്പോൾ ബൈ ഡിപ്രിസിയേഷൻ എത്ര? 7,000-ൻ്റെ 10%. അപ്പോൾ 700 ആണ് വരാം. 700 കൊടുത്തു. ടു ഏതാണ്? മെഷീനറി കൊടുക്കുന്നു. ഓട്ടോമാറ്റിക് വരുന്നുണ്ട്. ഓക്കെ. ഇനി അടുത്തത് മൂന്നാമത്തത് ഏതാണ്? ഔട്ട്സ്റ്റാൻഡിങ് റെന്റ് ആൻഡ് ടാക്സസ്. അപ്പോൾ അത് എടുക്കാം. ഔട്ട്സ്റ്റാൻഡിങ് റെന്റ് ആൻഡ് ടാക്സസ്. അപ്പോൾ ഇതിന് എൻട്രി എന്താണ് വരുന്നത്? റെന്റ് ആൻഡ് ടാക്സസ് അക്കൗണ്ട് ടു എമൗണ്ട് നോക്കാം. എമൗണ്ട് എത്രയാണ്? റെന്റ് ആൻഡ് ടാക്സസിൻ്റെ എമൗണ്ട് വരുന്നത് 100 രൂപയാണ്. അപ്പോൾ അവിടെ എന്ത് ചെയ്യാം? 100 എൻ്റർ ചെയ്യാം. 100 ടു ഔട്ട്സ്റ്റാൻഡിങ് റെന്റ് ആൻഡ് ടാക്സസ് എന്ന് വരാം. എമൗണ്ട് കൊടുത്തു. അപ്പോൾ ഈ 3 കഴിഞ്ഞു. ഇനി ഒന്ന് കൂടിയുണ്ട്. ഏതാണ്? നമ്മളെ ക്ലോസിങ് സ്റ്റോക്കും കൂടി ഇതിൽ ചെയ്യാനുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നേരെ ബാക്കിൽ പോവാം. ബാക്കിൽ പോയിട്ട് അക്കൗണ്ട്സ് ഇൻഫോയിൽ ലെഡ്ജറിൽ പോവാം. ലെഡ്ജറിൽ എവിടെ പോവാം? ആൾട്ടറിൽ പോവാം. അതിൽ ഓപ്പണിംഗ് സ്റ്റോക്ക് എടുക്കാം. ഓപ്പണിംഗ് സ്റ്റോക്ക് എടുത്ത് എൻ്റർ അടിക്കാം. ഇതിൽ ഓപ്പണിംഗ് ബാലൻസ് ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. ഇവിടെ എന്ത് കൊടുക്കാം? ഡേറ്റ് കൊടുക്കാം. 31/3/2023. എന്നിട്ട് എമൗണ്ട് കൊടുക്കാം. എമൗണ്ട് എത്രയാണ് അതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്? ക്ലോസിംഗ് സ്റ്റോക്ക് 1200. അപ്പോൾ 1200 ഇവിടെ കൊടുക്കാം. എൻ്റർ ചെയ്യാം. ഓക്കെ. അപ്പോൾ നമ്മൾ തന്ന എൻട്രീസൊക്കെ കഴിഞ്ഞു. എല്ലാം എൻ്റർ ചെയ്തു. ഇനി എങ്ങനെയാണ് ഡിസ്പ്ലേ ചെയ്യേണ്ടത് നോക്കാം. ഡിസ്പ്ലേ ചെയ്യേണ്ടത് നമുക്ക് എന്താണ് ഡിസ്പ്ലേ ചെയ്യേണ്ടത്? ട്രയൽ ബാലൻസ് ആണ് ഡിസ്പ്ലേ ചെയ്യേണ്ടത്. നമുക്ക് ഗേറ്റ് വേ ഓഫ് ടാലിയിൽ ഡയറക്റ്റായിട്ട് ഇത് തന്നിട്ടില്ല, ട്രയൽ ബാലൻസ് തന്നിട്ടില്ല. അപ്പോൾ ഡിസ്പ്ലേയിൽ പോവാം. ഇതിൽ ട്രയൽ ബാലൻസ് എടുക്കാം. ഓക്കെ. അപ്പോൾ നമുക്ക് ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്? എമൗണ്ട് കിട്ടുന്നുണ്ട്. ഓക്കെ. അപ്പോൾ ഇങ്ങനെയായിരിക്കും എന്ത് ചെയ്യേണ്ടി വരിക. നമ്മളെ എവിടെയെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ എന്ത് ചെയ്യും? ഈ എമൗണ്ടിൽ വ്യത്യാസം ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ട്. ഈ രീതിയിലാണ് നമ്മൾ എന്ത് ചെയ്യൽ? എൻ്റർ ചെയ്യേണ്ട കാര്യങ്ങൾ. ഓക്കെ. ഏതെങ്കിലും സംശയങ്ങൾ